ഹായ്, ഇന്ന് ഡേ 5 ആണ്. ചായ ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി. ഇപ്പം 6 മണിയായി. ഇരുട്ടാവുന്നതിന് മുന്നേ ബാഗ് ഇടിക്കാൻ നേരി വീട്ടിൽ തന്നെ ഇന്ന് ജിമ്മിൽ പോയില്ല. അപ്പം 1000 പഞ്ചസ് നമുക്ക് ബാഗിലിരിക്കാം. ഇത് നമ്മൾ നേരത്തെ ഇടിച്ചാണെങ്കിൽ ഇന്നലെയൊക്കെ ഇടിക്കുന്നതാണെങ്കിൽ സ്പീഡോ പവറൊന്നും അല്ല, പഞ്ച് മാത്രം പോയാൽ മതി. കാരണം ഇത് കട്ടി കുറഞ്ഞ ബാഗാണ്, ഇടിച്ചാൽ പറന്നു പോകും. അതുകൊണ്ട് പതുക്കെ പഞ്ച് ലാൻഡാക്കിയാൽ മതിയേ. കുറേ കൂട്ടുകാർ എന്നോട് ചോദിക്കുകയുണ്ടായി, ബ്രോ ചായ എന്താണ് ചായ കാണിക്കുന്നത്, എപ്പോഴും ചായ കുടിക്കുമോ, ചായ നല്ലതല്ലല്ലോ എന്നൊക്കെ പറയുന്നു. ബട്ട് ചായ ആക്ച്വലി ഓവറായിട്ട് കുടിച്ചാൽ നല്ലതല്ല. പക്ഷേ നമ്മളത് പണ്ട് തൊട്ടേ സ്ഥിരം കുടിച്ച് ശീലിച്ച്, പിന്നെ ചായ ഒരു വികാരമാണ്. നമ്മൾ സ്ഥിരം ചായ ഇത് തന്നെ കുടിക്കുന്ന, കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും ഈവനിങ് മോർണിംഗ് എപ്പോഴും ചായ കുടിയുണ്ട്. ബട്ട് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് സാധനം ചെയ്താലും അതിനെല്ലാം അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ടാവും. സോ ചായ സ്ഥിരമാക്കരുത്, അല്ലെങ്കിൽ ഓവറാക്കരുത്. ഡെയിലി ഒരു 2 എണ്ണമൊക്കെ വേണമെങ്കിൽ കുടിക്കുക, അത്ര തന്നെ. ഇതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ മോർണിംഗ് ഒരു ചായ പതിവാണ്, അതുകൊണ്ട് എടുക്കുന്നതാണ്. ഈവനിങ് ചായ നമ്മളങ്ങനെ സ്ഥിരം കുടിക്കാറില്ല. പിന്നെ ചായ കുടിക്കുന്ന കുറേക്കൂടെ അന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയും കൂടെയാണ്. നമ്മൾ കോഫി എടുത്താൽ കഫീൻ അടങ്ങിയ കോഫിയോ, ചിലവർ പ്രീ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എടുക്കും. നമുക്ക് നമ്മുടേതായ ചായയാണ് നമ്മുടെ പ്രീ വർക്കൗട്ട്. സോ എന്തായാലും ചായ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല, ബട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു ചായ, അത്ര തന്നെ. 500 പഞ്ചസെല്ലാം നമ്മൾ ഇത് കണക്ക് തന്നെ സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്. അത് യൂട്യൂബിൽ നമ്മൾ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ എത്ര പഞ്ച് ഇടിച്ചു എന്ന് കൗണ്ട് ചെയ്യാനുള്ളവർക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ഓടിച്ചാലും ഇത് വേണേൽ സ്ലോ മോഷൻ എടുത്ത് നോക്കാമല്ലോ. അപ്പം പഞ്ചസ് കൗണ്ട് ചെയ്യാനുള്ളവർക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി, അല്ലാതൊന്നുമല്ല. പ്ലസ് നിങ്ങൾ വർക്കൗട്ട് എൻ്റെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കുറച്ച് പേര് നമ്മളടുത്ത് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യാം, ഈ ലാസ്റ്റ് 100 ഡേയ്സ് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു റിസൾട്ട് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം എന്നുള്ള തീമാണ് അവരടുത്ത് പറഞ്ഞേക്കുന്നത്. കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്ത് ഈ ഒരു ടൈമിൽ, അപ്പം ഞാൻ ചെയ്യുന്നത് ഇടുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ആവട്ടെന്ന് കരുതിയാൽ ഞാൻ ഇത്രയും കൗണ്ടുകളെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചിട്ടാണേലും ഇടുന്നത്. 900 ലാസ്റ്റ് 100. എന്തായാലും നമ്മൾ 100 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ആ റിസൾട്ട് ചെക്ക് ചെയ്യണം. എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഉള്ള റിസൾട്ട് എല്ലാം ചെക്ക് ചെയ്യണം. പഞ്ചിങ് ബാഗിൽ ഇടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇടിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ ടച്ച് ചെയ്ത് വിടുന്നത് ബാഗിൻ്റെ മോശമായതുകൊണ്ടാണ്. നല്ല ബാഗാണെങ്കിൽ നല്ല കണക്ക് തന്നെ ഇടിക്കാനായിരുന്നു. 1000 ഫിനിഷ്. ചെറിയ ബാഗാ, അതുകൊണ്ട് വലിയ പവറിട്ട് ഇടിക്കാൻ പറ്റില്ല. ബട്ട് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി. പുഷപ്സ് നമ്മൾ ഇതേവരെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. നമ്മൾ അത്യാവശ്യം ഓടിച്ചാണ് വിടുന്നത്. പുഷപ്സിൻ്റെ കുറച്ച് നോർമലി കാണിച്ച് ബാക്കിയെല്ലാം സ്പീഡാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്നാൽ നമുക്കത് മറ്റുള്ളവർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ സ്പീഡ് ഫുള്ളായിട്ട് പതുക്കെ തന്നെ കാണിച്ചാൽ എന്തായാലും ഒരു 3/4 മണിക്കൂറോളം വേണ്ടി വരും. ആരും അങ്ങനെ ഇരുന്ന് കാണത്തില്ലല്ലോ. സോ അതാണ് എല്ലാം ഒരു 10 മിനിറ്റിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെക്കുന്നത്. പുഷപ്സ് നമ്മൾ 50-ൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. 50-ൽ 2 എണ്ണം അടിക്കുമ്പോഴാണ് 1 സെറ്റ് ആവുന്നത്. 100ൻ്റെ 5 സെറ്റാണ് ടോട്ടൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിലും 100 അടിക്കുമ്പോൾ 50-50 ഇതാണ് നമ്മൾ അടിക്കാറുള്ളത്. പ്ലസ് ഇതിൻ്റെ നമ്മൾ ഓരോ ദിവസവും, ഇന്നിപ്പം ഡേ 5 ആണ്, സെക്കൻഡ് സെറ്റ് പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 55 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2-3 സെറ്റിൽ ആദ്യത്തെ 55-ലാണ് സ്റ്റോപ്പ് ചെയ്തത്. കാരണം ലാസ്റ്റ് വരെ നമ്മൾ 55 അടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണത്. ഡേ 5-ൽ നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് 55. അപ്പോൾ ലാസ്റ്റ് ഡേ 100 ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം എന്ത് വരുമോ എവിടെ വരുമോ എന്ന്. എന്തായാലും ആദ്യം 50 ആയിരുന്നു നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 55-ലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ലാസ്റ്റ് ഡേയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം 100 ഡേയ്സ് ആകുമ്പോൾ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് അപ്പോൾ നമുക്കറിയാമല്ലോ. തേർഡ് സെറ്റ് പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യണേ.
4th സെറ്റ് പുഷപ്സ് ആണ്. 4th സെറ്റ് പുഷപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് 100 ആണ്. $500 ഫിനിഷ്. കുറച്ച് ടയർഡായി. ഒറ്റയിരിപ്പിനിരുന്ന് അടിച്ചതാണ് 100ൻ്റെ 5 സെറ്റ്. അതുകൊണ്ട് ടയർഡായി. ഇനി നമ്മുടെ 100 പുള്ളപ്സ് കൂടെ ഉണ്ട്. സെക്കൻഡ് സെറ്റാണ്. തേർഡ് സെറ്റ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. നമ്മളിതെല്ലാം ആദ്യത്തെ 2-3 കാണിച്ചിട്ട് ബാക്കിയെല്ലാം സ്പീഡ് തന്നെയാണ് കാണിക്കുന്നത്. ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാം സ്പീഡാണ്. നമ്മുടെ ലാസ്റ്റ് സെറ്റാണ്. നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഫിനിഷ് ആയിരിക്കുവാണ്. പുഷപ്സും പുള്ളപ്സും എല്ലാം ഒറ്റ ടൈമിലാണ് ചെയ്തത്. അതുകൊണ്ട് ലാസ്റ്റ് ടൈമിലൊക്കെ മസിൽസ് എല്ലാം ടയർഡായി ഇത്തിരി പാടുപെട്ട്.